Hey guys, welcome back to my channel Doodles and Dishes. അപ്പോൾ തമ്മിൽ കണ്ടിട്ട് മനസ്സിലായി കാണുമല്ലോ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന്. നല്ല തേങ്ങ വറുത്തരച്ച കടലക്കറി. അത് നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാം. പുട്ടാണെങ്കിലും പൊറോട്ട ആണെങ്കിലും അപ്പമാണെങ്കിലും അത് ചോറാണെങ്കിലും. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാ മസാലകളും തേങ്ങയും സവോളയും കറിവേപ്പിലയും ജിഞ്ചർ ഗാർലിക് അഗൈൻ തേങ്ങ ഇതെല്ലാം എടുക്കാം. എന്നിട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്ത് വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊരു കുക്കറിനകത്തിട്ട് ഒരു 7-8 വിസിൽ കൊടുക്കാം. ഇവിടെ ഞാൻ കടല ഒരു 5 to 6 hours സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് 7 to 8 വിസിൽ കൊടുത്തത്. ഇപ്പം നിങ്ങൾ കുറച്ച് നേരമാണ് സോക്ക് ചെയ്തെങ്കിൽ 1-2 വിസിലൂടെ കൊടുത്ത് ബോയിൽ ചെയ്തെടുക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് നമുക്കിതൊരു 7-8 വിസിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടല ബോയിലായിട്ടുണ്ട്. ഞാൻ കാണിക്കാം ഇത് എത്രയും വേവ് വേണമെന്ന്. അപ്പോൾ കടലയ്ക്ക് ഒരു ഇത്രയും വേവ് മതി. ഇനി നമുക്കൊരു പാനിൽ 1 ടീസ്പൂൺ എണ്ണ ഇട്ട് അതിലോട്ട് ഞാൻ പറഞ്ഞ എല്ലാ മസാലകളിട്ട് വറുത്തെടുക്കാം. എണ്ണ ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ മസാലകൾ കരിഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇച്ചിരിയും എണ്ണ ഇട്ട് മസാലകളെല്ലാം വറുത്തെടുക്കുന്നത്. ഇനി ആ വറുത്ത മസാലയും നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച ഒരു ഇച്ചിരിയും കടലയും ഒരു ഗ്രൈൻഡറിനകത്തിട്ട് പേസ്റ്റാക്കി എടുക്കണം. കടല ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കടല നമ്മളിട്ട പേസ്റ്റ് കുറച്ച് തിക്കായിട്ട് കിട്ടും, നല്ല രുചി കാണും. അതുകൊണ്ട് ഞാൻ അതിലോട്ട് കടല ഇടാറുണ്ട്. അതിനകത്ത് കുറച്ച് ബ്ലാക്ക് പെപ്പറും നമ്മൾ ഗ്രേറ്റഡ് കോക്കനട്ട് എടുത്തില്ലായിരുന്നു, അതും കൂടെ ഇട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇത്രയും തിക്കായിട്ടുള്ള പേസ്റ്റായിട്ട് വരും. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലോട്ട് കുറച്ച് കടുകും ഡ്രൈഡ് റെഡ് ചില്ലീസും പിന്നെ കറിവേപ്പിലയും ഇട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച പേസ്റ്റ് ഇട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഈ പേസ്റ്റിൻ്റെ ഒരു പച്ച മണമുണ്ട്, മസാലകളിലൊക്കെ ഇട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തതാണല്ലോ. അതുകൊണ്ട് ആ ഒരു പച്ച മണം മാറുന്നിടം വരെ നമ്മളത് വറുത്തെടുക്കണം. എന്നിട്ട് വറുത്തിട്ട് ആ പേസ്റ്റ് ഫുള്ള് കടലയ്ക്കകത്തോട്ടിട്ട് കുറച്ച് നമുക്ക് കറിയുടെ തിക്നെസ് എത്ര വേണോ അതനുസരിച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്. നമുക്ക് നമ്മുടെ സ്പൈസിനെസ് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 to 8 minutes അത് തിളയ്ക്കാൻ വിട്ടേക്കാം സിമ്മറിൽ. തിളച്ച് കഴിഞ്ഞ് നല്ല മണമാണ് വരുന്നത്. ഇതാ നമ്മുടെ കടലക്കറി റെഡിയാണ്. അപ്പോൾ ഇത് ഇന്ന് ഞാനിനി പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പോവുകയാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റിലിടുക ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്ന്. പിന്നെ അടുത്ത വീഡിയോയിൽ എന്ത് റെസിപ്പി വേണം എന്നും കൂടെ പറയാം. ആഹാ ഗൈസ്, ആ ഒരു കടലക്കറിയുടെ ടെക്സ്ചർ നോക്കുക. അപ്പോൾ until then, bye bye, sayonara.